ഇവിടെ വന്ന ചെക്കൻ വേറെ ആരുമല്ല, അത് ഹീറോയിൻ്റെ കസിനാണ്. സോ ഇപ്പം അവൻ വീട്ടിൽ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോഴാണ് എല്ലാ കാര്യവും അവനക്ക് പിടികിട്ടിയത്. അപ്പം ആ കസിൻ ഹീറോയിനെ വഴക്ക് പറയാണ്. സോ ഇപ്പം ഹീറോയിൻ ഐസ്ക്രീം ഷോപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് അവനക്ക് തീരെ ഇഷ്ടമായില്ല. ഇതിനെല്ലാം കാരണം ലിൻഡ്രാനാണ്. അവൻ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ചൂടാവുന്നു. ഒന്ന് മിണ്ടാതിരിക്കോ, ഇതിനും ലിൻഡ്രാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഈ ഐസ്ക്രീം ഷോപ്പ് വേണമെന്ന് തീരുമാനമെടുത്തത് ഞാനാണ്. ലിൻഡ്രാൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആവണമെന്ന് തീരുമാനമെടുത്തത് ഞാനാണ്. അതിന് കാര്യമില്ലാതെ ലിൻഡ്രാനോട് ചൂടാവണ്ട എന്ന് പറഞ്ഞു. ബട്ട് അവിടെയുള്ള കസിന് ഹീറോയെ തീരെ ഇഷ്ടമായൊന്നുമില്ല. വേറൊരു സ്ഥലത്ത് ഷിലിയാങ്ക ഓഫീസിലിരിക്കുമ്പോൾ അവരുടെ ബോസ് പറയാണ്, ആ നീയും ജിന്നും ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലേ, അവനെന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എന്ത് അതിപ്പോ എന്ന് പറഞ്ഞ് അവൻ വേഗം പോയി മെസ്സേജ് അയക്കുന്നു. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് നീ ബോസിനോട് പറഞ്ഞിരുന്നോ, എന്തിനാ ഇങ്ങനെയുള്ള റൂമേഴ്സൊക്കെ പരത്തുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അവൻ മെസ്സേജ് നോക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് തന്നെ അല്ലേ, ഇനി ഇവൾ അതിനും മേലെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അവൾ വീണ്ടും മെസ്സേജ് അയക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ഡിന്നറിന് പോയാലോ എന്ന്. ഓഹോ, അപ്പോൾ ഇവൾ എന്നെ ലവറായാണ് കണ്ടത് എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് നോക്ക്, ഡിന്നറിന് പോകാൻ മാത്രമൊന്നുള്ള റിലേഷൻഷിപ്പ് നമ്മൾക്കിടയിലില്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നു. അയ്യോ, എന്താ ഇവൻ ഇങ്ങനെ റിപ്ലൈ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഹീറോയിൻ്റെ കസിനില്ലേ, അവൻ വേറൊരു ചെക്കനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് നോക്ക് വേവേ, നിനക്ക് വേണ്ടി ഞാൻ നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ ഇവനെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു. ഹീറോക്ക് ദേഷ്യം വന്നു. ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നാലെ ഹീറോയിനും ഓടുന്നു. ഹീറോയുടെ പിന്നിൽ വന്ന് സൈലൻ്റായി നിൽക്കുന്നു. അപ്പോൾ ഹീറോ, ഇത്ര നേരം വന്നതല്ലേ, എന്നെ സമാധാനപ്പെടുത്ത് എന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ പിന്നിലുണ്ടെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ജനിച്ചത് മുതൽ നിൻ്റെ കൂടെ അല്ലേ, അപ്പോൾ നീ വരുമ്പോഴുള്ള സ്മെല്ലും നിൻ്റെ നീയൽ എങ്ങനെയുള്ളതാണെന്നും എല്ലാം എനിക്കറിയാം. ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട്, സോറിടാ, എൻ്റെ കസിൻ ചെയ്തത് മനസ്സിൽ വെക്കല്ലേടാ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയോ എന്ന് പറഞ്ഞ് അവൻ കിസ് ചെയ്യാൻ വരുന്നു. മാറി നിൽക്ക്, പബ്ലിക് പ്ലേസിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഹീറോയിൻ പറഞ്ഞു. ശരി. പെട്ടെന്ന് ഹീറോയിൻ വന്ന് കിസ് ചെയ്യുന്നു. ഹീറോ ചിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ്റെ അച്ഛനക്ക് ആ കസിൻ വേറൊരു ചെക്കനെ കൊണ്ടുവന്നില്ലേ, ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്. അവനെ ഓടിച്ചിട്ട് തല്ലാണ്. നീ വേറൊരു ചെക്കനെ കൊണ്ടുവന്ന് കല്യാണം ആലോചിച്ചാൽ അവൾക്ക് പിറക്കുന്ന കുഞ്ഞിന് ആരാടാ അച്ഛൻ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോ കോളേജിലാണ്. അവൻ്റെ പ്രൊഫസർ പറയാന്, വരാൻ പോകുന്ന എക്സിബിഷനിൽ നീയും ജിഹാനും ചേർന്ന് ഹോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഹീറോ ഉടനെ, എന്ത് ഞങ്ങൾ രണ്ടുപേരും? അതേടാ, നിങ്ങൾ രണ്ടുപേരും നല്ല കപ്പിൾസ് ആണെന്ന് കോളേജിൽ എല്ലാവരും പറയുന്നുണ്ട്. സോ നിങ്ങൾ രണ്ടുപേരും ഒന്നായി ഹോസ്റ്റ് ചെയ്താൽ അത് സൂപ്പറാവും എന്ന് പറഞ്ഞു. സർ, ഞങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ല, എനിക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് ഹീറോ പറഞ്ഞു. എന്താടാ പറഞ്ഞതനുസരിക്കാതെ, നീ ഇപ്പോൾ അവളെയും കൂട്ടി പ്രാക്ടീസിന് പോ എന്ന് പറയുന്നു. ഹീറോ ഉടനെ, സർ ഞാൻ പിന്നെ പോകും, ഞാനിപ്പോൾ ഗേൾ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഹീറോയിനെ കാണാൻ പോകുന്നു. ദെൻ ഹീറോയിനും ഒന്നായി പുതിയ കട തുടങ്ങാൻ വേണ്ടി നല്ല സ്ഥലം നോക്കാൻ പോവുകയാണ്. വീട്ടിൽ യോഗ ക്ലാസ്സിന് പോവാണെന്ന് കളവ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ദെൻ ഒരുപാട് കട നോക്കുന്നു. ഒരു കട നല്ലതാണ്, ആ കട മതി, ഇത് വാങ്ങാം എന്ന് പറഞ്ഞ് അഡ്വാൻസ് കൊടുക്കാൻ കാർഡ് കൊടുക്കുന്നു. ബട്ട് കാർഡ് വർക്ക് ആവുന്നില്ല. ഹീറോയിൻ എന്തോ പോലെയായി. അയ്യോ, ഇനി എന്തു ചെയ്യും, കാർഡ് വർക്ക് ആവുന്നില്ലേ എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആവുന്നു. വേറൊരു സ്ഥലത്ത് ജിഹാൻ ചാൾസിനെ എങ്ങനെ ഡ്രോയിങ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള പേപ്പർ സ്ലിപ്പായി വീഴാൻ പോകുന്നു. ചാൾസ് അത് പിടിക്കുന്നു. ആ ടൈമിൽ രണ്ടുപേരുടെ ഇടയിൽ ലൈറ്റായി ഒരു ഐ കോണ്ടാക്ട് പോകുന്നു. പെട്ടെന്ന് ചാൾസ് അത് കാണാത്ത പോലെ അഭിനയിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിനെ ഭയങ്കര ദേഷ്യത്തിൽ വീട്ടിലേക്ക് വരുന്നു. വന്ന ഉടനെ ഹീറോയിൻ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ എന്നോട് ചോദിക്കാതെ എൻ്റെ ATM കാർഡ് ബ്ലോക്ക് ആക്കിയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ബ്ലോക്ക് ചെയ്തു, ഞാൻ പറഞ്ഞതല്ലേ ഷോപ്പ് ഓപ്പൺ ചെയ്യേണ്ട എന്ന്, നീ കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് അച്ഛൻ പറഞ്ഞു. ഹീറോയിൻക്ക് ദേഷ്യം വന്നു. അച്ഛാ, എനിക്ക് പ്രൈവസി ഒന്നും ഇല്ലേ, എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൺട്രോളിലാണല്ലോ എന്ന് പറഞ്ഞു. നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പം നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, എന്നിട്ട് നീ ഷോപ്പ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നു. അച്ഛാ മതി, ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ പോകുന്നു. അപ്പോൾ ഹീറോ പുറകെ ചെന്നിട്ട്, ഇങ്ങോട്ട് നോക്കുവേ, നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ സപ്പോർട്ടാവും, തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോയി അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. വേറെ കട നോക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ കടകളെല്ലാം കാണിച്ചു കൊടുക്കുന്ന ബ്രോക്കറില്ലേ, അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഷൗയാണ് വന്നത്. അവൻക്ക് ആ ജോലിയാണെന്ന് തോന്നുന്നു. ഹീറോയിൻ അവനെ കണ്ട ഉടനെ, എന്ത് നീയോ എന്ന മട്ടിൽ നോക്കുന്നു. അവനും, നിങ്ങളോ
അയ്യോ കറങ്ങി കറങ്ങി ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെയാണല്ലോ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ ആ ശരി ശരി വാ വന്ന് കട കാണിച്ചതാ എന്ന് പറഞ്ഞു. ഹീറോയിനും ചുറ്റി കാണുന്നു. അത് മെയിൻ റോഡിൻ്റെ അടുത്താണ്. കടയും അടിപൊളിയാണ്. അത് വാങ്ങണമെന്ന് ഹീറോയിൻ വിചാരിക്കുന്നു. ബട്ട് വാടക കൂടുതലാണ്. ഹീറോയിൻ്റെ അടുത്ത് ക്യാഷ് കുറവല്ലേ. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. അപ്പോൾ ഹീറോ സങ്കടപ്പെടണ്ട, ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആ സമയത്ത് ഷിലിയാങ് പറഞ്ഞു എനിക്ക് മനസ്സിലായി നിൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് ഇത് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയെ കണ്ട് നിൻ്റെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കണം. ഞാൻ ജിന്നിനോട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ഹീറോ വേഗം ജിഹാൻ്റെയും ചാൾസിൻ്റെയും അടുത്തേക്ക് ഓടി വന്നിട്ട് ഹേയ് ചാൾസ്, നിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ഉണ്ടെങ്കിൽ താടാ എന്ന് പറയുന്നു. എത്രയാടാ വേണ്ടേ? എൻ്റെ കയ്യിൽ 3000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു. എന്ത് 3000 രൂപയോ? നീ ഒരു പണക്കാരൻ്റെ വീട്ടിലെ ചെക്കനല്ലടാ, എന്നിട്ട് നിൻ്റെ അടുത്ത് 3000 രൂപയേ ഉള്ളൂ. ഡേയ് അതൊക്കെ നിൽക്കട്ടെ, നിനക്ക് എത്രയാ വേണ്ടേ? എനിക്ക് അർജൻറ്റായി 1,00,000 രൂപ വേണടാ. എന്ത് 1,00,000മോ? അത്രയൊന്നും എൻ്റെ അടുത്തില്ലടാ എന്ന് പറഞ്ഞു. അപ്പോൾ ജിഹാൻ വന്നിട്ട് എൻ്റെ അടുത്തുണ്ട് ലിൻട്രാൻ, നിനക്ക് വേണോ എന്ന് ചോദിച്ചു. വേണ്ട ജിഹാൻ, നിൻ്റെ അടുത്തുള്ളത് എടുക്കണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. ഉടനെ ചാൾസ് പറഞ്ഞു അതെന്താടാ അവളുടെ അടുത്തുള്ളത് വേണ്ടാത്ത? ശരി, നീ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? വീട് വിൽക്കാണോ എന്ന് ചോദിച്ചു. എന്ത് വിൽക്കാനോ? ആ ഐഡിയ എന്ന് പറഞ്ഞ് ഹീറോ ഓടുന്നു. വേറൊരു സ്ഥലത്ത് ഷിലിയാങ് ജിന്നിനെ മീറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ബട്ട് അവർ ഹീറോയിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. എനിക്കതിൽ ഒരുപാട് നഷ്ടം വരുമെന്ന് കരുതുന്നു. സോ എനിക്കതിന് താല്പര്യമില്ല എന്നവർ പറഞ്ഞു. ഹേയ് പ്ലീസ്, അതിൽ ഒരുപാട് ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. അപ്പോഴും ഇവർ പറ്റില്ല എന്ന് പറയുന്നു. ഓക്കെ, എന്നാൽ നമുക്കൊരു ഡീല് വെക്കാം. നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, ബട്ട് അതിന് പകരം നീ എൻ്റെ ഫ്രണ്ടിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അവനും ഓക്കെ എന്ന് പറയുന്നു. വേറൊരു സ്ഥലത്തെ ഹീറോ അവൻ ബൈക്ക് റേസിങ് ചെയ്യില്ലേ, ആ സ്ഥലം ഫുള്ള് ഹീറോയുടേതാണ്. ആ സ്ഥലം വിൽക്കാൻ വേണ്ടി അവനും ജിന്നിൻ്റെ അടുത്തേക്ക് വന്നതാണ്. ജിന്ന് പറഞ്ഞു ഈ സ്ഥലം 1,00,000 രൂപയ്ക്കൊന്നും വാങ്ങാൻ പറ്റില്ല, ഞാനൊരു 50,000 രൂപ തരാം എന്ന് പറഞ്ഞു. എന്ത് 50,000മോ? അത് പറ്റില്ല എന്ന് ഹീറോ പറഞ്ഞു. ശരി, നമ്മളൊരു ബെറ്റ് വയ്ക്കാം. നമുക്ക് രണ്ടാൾക്കും ഒരു റേസിങ് ചെയ്യാം. അതിൽ ആര് ജയിക്കുന്നോ അവൻ പറയുന്നത് മറ്റാൾ കേൾക്കണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് രണ്ടാളും തയ്യാറാവുന്നു. ബട്ട് അതിൽ ആരും ജയിച്ചില്ല. രണ്ടാളും ഒരേപോലെ വന്ന് വിന്നാവുന്നു. സോ ഉടനെ ഹീറോ ചിരിച്ചിട്ട് നിങ്ങൾ നന്നായി റേസിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ജിന്നും ശരി ഞാനും ജയിച്ചില്ല നീയും ജയിച്ചില്ല. സോ നീ പറയുന്നത് ഞാൻ കേൾക്കാം. നീ പറഞ്ഞ പോലെ 1,00,000 രൂപ ഞാൻ തരാം. നാളെ നീ ഡോക്യുമെന്റ്സ് ആയിട്ട് വാ, എല്ലാം സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞ് ജിന്ന് പോകുന്നു. വേറൊരു സ്ഥലത്ത് ചാൾസ് ഹീറോയുടെ ഹെൽമെറ്റ് എടുത്തിട്ട് വാവ്, ഈ ഹെൽമെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് നിന്നെ പോലെ ബൈക്ക് ഓടിക്കണം ഭയങ്കര ആഗ്രഹമാണ് എന്നവൻ പറഞ്ഞു. അതൊന്നും പെട്ടെന്നൊന്നും നടക്കില്ലടാ എന്ന് ഹീറോ പറഞ്ഞു. പറ്റില്ല, എനിക്ക് ബൈക്ക് ഓടിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. വേറൊരു സ്ഥലത്തെ ഹീറോയിൻ്റെ അച്ഛനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നു. എന്തെന്നാൽ ഹീറോയിൻ്റെ ചെക്കപ്പ് റിസൾട്ട് ഇപ്പോഴാണ് വന്നത്. അതിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല, അബോർഷൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന് വന്നിരിക്കുന്നു. ഇത് കേട്ട ഉടനെ അവർ ഷോക്കാവുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിനോട് നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഹീറോയിനും എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. അതെന്തെന്നാൽ നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടി, ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ജിന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഹീറോയിൻ പറഞ്ഞു. ഓ എന്നാൽ അതൊന്നും വേണ്ട, ഞാൻ ഒരുപാട് ക്യാഷ് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ഹീറോ പറഞ്ഞു. എന്ത്, നീ പണം സമ്പാദിച്ചെന്നോ? എങ്ങനെ? അങ്ങനെയൊന്നുമല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഹീറോ പറഞ്ഞു. എനിക്ക് നിന്റെ ക്യാഷ് ഒന്നും വേണ്ട, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ പണം കൊണ്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ വേഗം റൂമിലേക്ക് വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ അച്ഛാ, എന്ത് പറ്റിയച്ഛാ, എന്തിനാ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. അത് നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, നീ കുഞ്ഞിനെ പ്രസവിക്കുന്നത് നല്ലതല്ല, അതാ അബോർഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞത്, വാ പോവാം എന്ന് പറഞ്ഞ് വേഗം പിടിച്ചു വലിക്കുന്നു. അച്ഛാ മിണ്ടാതിരിക്കെ, ഞാൻ എവിടേക്ക് വരുന്നില്ല എന്ന് ഹീറോയിൻ പറഞ്ഞു. എന്താ കളിക്കാണോ? ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് അവർ പറഞ്ഞു. അച്ഛാ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, അത് ഞാനും ലിൻട്രാനും റിലേഷൻഷിപ്പിലൊന്നും അല്ല, ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്നവൾ പറഞ്ഞു. എന്ത്, നീ പ്രഗ്നൻ്റ് അല്ലേ എന്ന് പറഞ്ഞ് അവർ നോക്കുന്നു. അതെ, നിങ്ങളെൻ്റെ സർട്ടിഫിക്കറ്റ് തന്നില്ലല്ലോ, സോ ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കളവ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അവർക്ക് ദേഷ്യം വന്നു. 2 പേരെ നിർത്തി നല്ലവണ്ണം ചീത്ത പറഞ്ഞു. നിങ്ങൾക്ക് കുറച്ച് പോലും ബുദ്ധിയില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? മാപ്പ് പറ, 2 പേരും മാപ്പ് പറ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഉടനെ അച്ഛാ
ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്, ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു. ബട്ട് നമ്മുടെ ഹീറോ, അങ്കിൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഇതിനെല്ലാം കാരണം ഞാൻ മാത്രമാണ്. എന്നാൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഫേക്കായിരിക്കാം, എന്നാൽ എനിക്ക് അവളോടുള്ള സ്നേഹം അത് സത്യമാണ്. അങ്കിൾ പ്ലീസ് അങ്കിൾ, ഞാൻ ചെറുപ്പം മുതലേ അവളുടെ കൂടെയല്ലേ, അന്നേ അവളെ എനിക്കിഷ്ടമാണ്. എന്നാൽ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും സിബ്ലിങ്സ് പോലെ കരുതുന്നു, അതിന് ഞാൻ എന്താ ചെയ്യുക? പ്ലീസ് അങ്കിൾ, എന്നെയും വേവയെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കുക എന്ന് ഹീറോ പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ്റെ കസിൻ സങ്കടമാവുന്നു. അയ്യോ, അവൾക്ക് വേണ്ടി ഇവൻ എങ്ങനെ കെഞ്ചുന്നു, തീർച്ചയായും വേവയെ ഇവൻ നന്നായി നോക്കും എന്ന് മനസ്സിൽ കരുതുന്നു. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ, ഇല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ ഓക്കെ പറയില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഹീറോയിൻ വന്ന്, ലിൻഡ്രാൻ നീ എന്തിനാ ക്ഷമ പറഞ്ഞേ? അപ്പോൾ അവൻ, എനിക്ക് പേടിയാണ് നിന്നെ എനിക്ക് കിട്ടൂലെന്ന് പേടിയാവുന്നു. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ എന്ന് ഹീറോ ചോദിച്ചു. എന്തെന്നാ അങ്കിളിന് ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല, അത് മാത്രമല്ല നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലല്ലോ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന് പേടിയാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ അവൻ്റെ കൈ പിടിച്ചിട്ട്, ആരാ പറഞ്ഞേ എനിക്ക് താല്പര്യമില്ലെന്ന്? എനിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ എൻ്റെ കൂടെ തന്നെ വേണം. സോ നടന്നതെല്ലാം മറക്ക്, ഈ സമയം മുതൽ ഒന്നും ഫേക്കല്ല, എല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് നെറ്റിൽ കിസ് കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. ഹീറോയിൻ്റെ അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കസിൻ, അങ്കിൾ എന്താ ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഉടനെ അവൻ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ദെൻ നെക്സ്റ്റ് ആയി ഹീറോയിൻ പോയി കണ്ടിഷ്ടപ്പെട്ട ഷോപ്പ് വാങ്ങാൻ വേണ്ടി പുറത്ത് പോകുമ്പോൾ പിന്നാലെ ആ കസിനും വരുന്നു. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ എൻ്റെ പിന്നാലെ വരുന്നത്? ഇല്ല, ഞാൻ വെറുതെ. നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഷോപ്പിങ്ങിന് പോവാണ് എന്ന് കള്ളം പറയുന്നു. ഓക്കെ, ഞാനും ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നു. അവനും പിന്നാലെ വരുന്നു. ഹീറോയിൻ ഓരോ കടയിലും ചെന്ന് ഡ്രസ്സ് എടുക്കുന്നു. അവൻ എല്ലാത്തിനും പോയി പേ ചെയ്യുന്നു. എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നേ? ശരി നിൽക്ക്, ഞാൻ റെസ്റ്റ് റൂമിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. അപ്പം അവൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. സോ ഇവൾ ഉടനെ ഷിലിയാങ്കിന് കോൾ ചെയ്യുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഡേ എവിടെയാടി നീ? ജിന്ന് നിന്നെ എത്ര നേരമായി കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞാനൊരു പ്രശ്നത്തിലാണ്. ശരി, ഞാൻ ജിന്നിനെ കാണാൻ വരാം, എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്, അത് പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചു. അതൊന്നും പ്രശ്നമല്ല, നീ വാ എന്നവൾ പറഞ്ഞു. സോ അവൾ ജിന്നിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. ആ ഇൻവെസ്റ്റിൻ്റെ കാര്യം ഹീറോയിൻ കസിനോട് പറഞ്ഞിട്ടില്ല, വെറുതെ കഴിക്കാൻ വന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കസിൻ ജിന്നിനെ കണ്ട ഉടനെ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങൾ സിംഗിൾ ആണോ? ആണെങ്കിൽ പറ, ഞാൻ നിങ്ങളെ വേവയെ കൊണ്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു. ജിന്നി ചിരിക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ വേവയോട് ചോദിച്ചാണ്, ബട്ട് വേവ റിജക്റ്റ് ചെയ്തു. ഒന്ന് മിണ്ടാതിരിക്കോ എന്ന് ഷിലിയാങ്ക് പറഞ്ഞു. ഞാൻ നിൻ്റെ എക്സാണ്, എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നവൻ പറഞ്ഞു. എന്ത്, നീ എൻ്റെ എക്സോ? ഒരു ദിവസം നീ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തു, ഞാൻ റിജക്റ്റ് ചെയ്തു, അപ്പോൾ നീ എങ്ങനെ എന്നെ എക്സ് ആവും? അപ്പോൾ ജിന്നി ചിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ഷിലിയാങ്കിനോട് കണ്ണടച്ച് കാണിക്കുന്നു. അപ്പോൾ ഷിലിയാങ്ക്, ഇങ്ങോട്ട് വാ, ജ്യൂസ് കുടിക്കേ എന്ന് പറഞ്ഞ് ആ ജ്യൂസ് അവൻ്റെ മേലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ അവൻ, ഒരു മിനിറ്റ്, ഞാൻ റെസ്റ്റ് റൂമിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഉടനെ ഹീറോയിൻ, നീ അവനെ ഒന്ന് മാനേജ് ചെയ്യണേ എന്ന് പറഞ്ഞ് അവിടെ നിന്നും എക്സ്കേപ്പ് ആവുന്നു. ദെൻ അതിനുശേഷം ഹീറോയിൻ കട അഡ്വാൻസ് കൊടുത്ത് മേടിക്കുന്നു. അപ്പം ഹീറോയിൻ ഭയങ്കര ഹാപ്പിയാണ്. ദെൻ അതിനുശേഷം ഹീറോയിനും ചേർന്ന് ആ കട സൂപ്പറായി റെഡിയാക്കുന്നു. അത് കഴിഞ്ഞൊരു ദിവസം ഹീറോയിനെയും കൂട്ടി പെയിൻറ്റിംഗ് ഒക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെ ആ ജിഹാനും ഉണ്ട്. അപ്പം ഹീറോ പറഞ്ഞു, വെവേ ഇവളാണ് ഈ ഷോയിൽ ഹോസ്റ്റായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാ നീയും എന്ന് പറഞ്ഞു വന്നതും, അത് പറയല്ലേ. ഹീറോ സിഗ്നൽ കാണിക്കുന്നു. ഹീറോ അവളെ കൊണ്ടുപോയി എല്ലാ പെയിൻറ്റിങ്ങും കാണിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരുത്തൻ, കണ്ടോ ആ ലിൻഡ്രാൻ്റെ പിറകെ എത്ര പെണ്ണുങ്ങളാണ്, ആ ജിഹാൻ വരെ ഉണ്ട്. എന്നാൽ അവന് ജിഹാനെ ഇഷ്ടപ്പെടാതെ വേറൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോക്ക് ദേഷ്യം വരുന്നു. അവൻ അടിക്കാൻ നിൽക്കുന്നു. എന്നാൽ അത് ജിഹാൻ വന്ന് തടുക്കുന്നു. വേണ്ട, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ചെക്കൻ ജിഹാനെ കുറിച്ച് തെറ്റായി സംസാരിക്കുന്നു. അപ്പോൾ അവളുടെ കൺട്രോൾ പോയി. അവൻ്റെ കണ്ണക്കുറ്റി നോക്കി ഒറ്റടി. അപ്പോൾ എവിടെ നിന്നോ ചാൾസും ഓടി വന്ന് അടിക്കുന്നു. ഹീറോയും അടിക്കുന്നു. പ്രൊഫസർ വന്നാണ് അത് സോൾവ് ആക്കിയത്. ദെൻ നെക്സ്റ്റ് ഡേ ഇന്നാണ് നമ്മുടെ ഹീറോയിൻ്റെ കടയുടെ ഇനാഗ്രേഷൻ. നല്ല ഗ്രാൻഡായി തന്നെ ഓപ്പൺ ആക്കുന്നു. എന്നാൽ കടയിൽ ആരും വരുന്നില്ല. ഹീറോയിനും 2-3 ദിവസം കട തുറന്നിങ്ങനെ ഇരിക്കുകയാണ്. ആരും വരുന്നില്ല. ഹീറോയിൻക്ക് ഭയങ്കര ബോറടിക്കുന്നു. അന്ന് നൈറ്റ് ഹീറോയിനും പുറത്ത് വന്നതാണ്. അപ്പം ഹീറോയിൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഉടനെ ഹീറോ,
നിന്റെ ഹൃദയം ചെറുതാണ്, എല്ലാ കാര്യങ്ങളും അതിനുള്ളിലിട്ട് ഇടങ്ങേറാവാതെ എന്നോട് പറഞ്ഞാൽ കുറച്ച് റിലാക്സ് ആവും എന്ന് പറഞ്ഞു. ഒന്നുമില്ല, പറയാൻ മാത്രമൊന്നുമില്ലടാ എന്ന് അവൾ പറഞ്ഞു. നീ എൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലാതെ എൻ്റെ ചേച്ചിയായി സംസാരിക്കേ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ഒന്നുമില്ലടാ, ഞാൻ എൻ്റെ കടയ്ക്ക് വേണ്ടി ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ആയി ഹീറോ കോളേജിലേക്ക് വന്നതാണ്. അന്ന് എക്സിബിഷനിലെ ഒരു തിരക്കുണ്ടായില്ലേ, അന്ന് ജിഹാൻ ഒരാളെ അടിച്ചില്ലേ, അതുകൊണ്ട് ജിഹാൻ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ വിഷയം ഹീറോ അറിയുന്നു. ആക്ച്വലി ആ തിരക്ക് എന്നെ കൊണ്ടാണ് തുടങ്ങിയത്. സോ നിങ്ങൾ എന്നെ സസ്പെൻഡ് ചെയ്തോളൂ, അവളോട് കോളേജിൽ വരാൻ പറയണം എന്ന് പറഞ്ഞു. ഡേയ്, ഇതൊന്നും നീ വേറെ ആരോടും പോയി പറയണ്ട, അതാ നിനക്കും നമ്മുടെ കോളേജിനും നല്ലത് എന്ന് പ്രൊഫസർ പറഞ്ഞു. ബട്ട് ഹീറോക്ക് സങ്കടമായി. അപ്പോൾ അവിടേക്ക് ചാൾസും വന്നിട്ട് എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും, എന്നെ കൊണ്ടാണ് ജിഹാൻ ഇത് സംഭവിച്ചത്. വേണമെങ്കിൽ നീ എൻ്റെ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്ക്, അവരെ കൊണ്ട് എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ജിമ്മിനോട് സംസാരിക്കാം, നീ പോയി ജിഹാൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഹീറോ അവിടെ നിന്നും പോകുന്നു. ശരിയെന്ന് പറഞ്ഞ് ഇവൻ ജിഹാനോട് സംസാരിക്കാൻ വരുന്നു. ബട്ട് ജിഹാൻ സങ്കടത്തോടെ ഇരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോ ജിന്നിനോട് സംസാരിക്കുകയാണ്. ഓക്കെ, നീ പറഞ്ഞ പോലെ അവൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം, എന്നാൽ അതിന് പകരം ഒരു പെണ്ണിൻ്റെ ഇൻഫർമേഷൻ എനിക്ക് വേണം എന്ന് പറഞ്ഞു. എന്താ, നിങ്ങൾ വേവയുടെ ഇൻഫർമേഷൻ ചോദിച്ചാലൊന്നും ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അയ്യോ, വേവയുടേതല്ല, ഷിലിയാങ്കിൻ്റെതാണ് എന്ന് ജിന്ന് പറഞ്ഞു. എന്ത്, ഷിലിയാങ്കിൻ്റെതോ എന്ന് പറഞ്ഞ് ഹീറോ ചിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. ഈ ചാൾസിലെ അവൻ ഇപ്പോഴും ജിഹാൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഇപ്പം ജിഹാൻ പിയാനോ വായിക്കുകയാണ്. അത് ദൂരെ നിന്ന് ചാൾസ് കേട്ട് രസിക്കുകയാണ്. എന്തിനാ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് ജിഹാൻ ചോദിച്ചു. അത് ലിൻഡ്രാൻ അവൻ എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ വേണമെന്ന്, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് എന്നവൻ പറഞ്ഞു. ഓഹോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ, എന്ത് ഹെൽപ്പാണ് നീ ചെയ്യുക എന്ന് പറഞ്ഞ് ക്ലോസായി അടുത്തേക്ക് വരുന്നു. ചാൾസിന് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അത് പിന്നെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. അത് കണ്ട് ഇവൾ ചിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ഡേ ആയി. ഇവൾ കോളേജിലേക്ക് വരുന്നു. ഇവളുടെ സസ്പെൻഷൻ പ്രൊഫസർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഹീറോയുടെ അടുത്തേക്ക് ചെന്നിട്ട് എടാ താങ്ക്സ്, എല്ലാം നിന്നെ കൊണ്ടാണ് ശരിയായത് എന്ന് പറഞ്ഞു. ഹീറോ ഉടനെ എന്താടി, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ആരെങ്കിലും താങ്ക്സ് ഒക്കെ പറയോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ കടയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജിന്ന് വരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ബിസിനസ് നടക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ കട ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്, ദിവസം കൂടുന്തോറും നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും തുടങ്ങിയില്ലേ, കുറച്ചും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജിന്നിനോട് സംസാരിച്ച് വരുമ്പോൾ അവിടെ ഒരു മുത്തശ്ശി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ജോഡി സൂപ്പറാണ്, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. ഹീറോയിൻ അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ബട്ട് ഇതെല്ലാം ഹീറോ കേൾക്കുന്നുണ്ട്. അവനക്ക് ദേഷ്യം വന്നു. സങ്കടത്തോടെ വന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ മുന്നിലിരിക്കുകയാണ്. നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കെന്തോ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നോട് ശരിക്കും സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു, ഞങ്ങൾ ഇനി ഒരു വേവ് ലെങ്ത് അല്ലേ എന്ന് ഹീറോ ചോദിച്ചു. എന്താടാ, നിങ്ങൾ രണ്ടുപേരും വേറെ ലൈഫ് സ്റ്റൈലാണോ എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ ഹീറോ ഒന്ന് ആലോചിച്ചിട്ട് അവൾക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ എന്നെക്കൊണ്ട് സ്വീറ്റ്സ് കഴിക്കാൻ പറ്റില്ല എന്ന് ഹീറോ പറഞ്ഞു. എന്താടാ, നിനക്ക് ഷുഗർ ഉണ്ടോ എന്ന് ഫ്രണ്ട് ചോദിച്ചു. ഹീറോക്ക് സങ്കടമായി. വേഗം വീട്ടിലേക്ക് ഒരുപാട് സ്വീറ്റ്സൊക്കെ വാങ്ങി വന്നത് കഴിക്കാൻ തുടങ്ങുന്നു. കഴിച്ച ഉടനെ തൊണ്ടയെല്ലാം എരിയാനും വേദനിക്കാനും തുടങ്ങി. ആ സമയത്ത് പുറത്തു നിന്ന് ഹീറോയിൻ ഓടി വന്ന് ലിൻഡ്രാൻ എന്ത് പറ്റിയേ എന്ന് ചോദിച്ചു. അവൻ വാ തുറക്കുന്നില്ല. ബട്ട് അവൻ ഒന്നാകെ ചുവക്കാൻ തുടങ്ങി. അപ്പോൾ ഇവക്ക് മനസ്സിലായി ഇവൻ സ്വീറ്റ് കഴിച്ചിട്ടുണ്ടെന്ന്. സോ അടുത്ത് തന്നെ മരുന്നുണ്ട്, അതെടുത്ത് കൊടുത്തിട്ട് എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, സ്വീറ്റ് കഴിക്കരുതെന്ന് പറഞ്ഞ് നീ കേൾക്കില്ലേ എന്ന് ഹീറോയിൻ ചോദിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് സ്വീറ്റ് ഇഷ്ടമാണ്, എനിക്കും ഇപ്പോൾ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റും, സോ നമ്മൾക്കിടയിൽ ഇനി ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന് അവൻ ചോദിച്ചു. ഹീറോയിൻ ചിരിച്ചിട്ട് നീ സ്വീറ്റ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഹീറോയിൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ ആയി. ഇവരുടെ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഇവർക്കൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. സോ അതിന് എല്ലാവരും അടിപൊളിയായി റെഡി ആകുമ്പോൾ ജിഹാൻ അടിപൊളിയായി ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ജിഹാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു പെണ്ണുണ്ട് സയാറ, അവളും സൂപ്പറായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിഹാൻ പറയാണ്, സയാറ നിനക്ക് ഇപ്പോൾ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നീ ഇപ്പം പോയി പ്രപ്പോസ് ചെയ്യേ, എന്തായാലും ആ ചെക്കൻ വീഴും എന്ന് പറയുന്നു. ഇവൾ പെട്ടെന്ന് ഓടി വന്ന് ഹീറോയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഉടനെ ജിഹാൻ അടുത്തേക്ക് വന്നിട്ട് ലിൻഡ്രാൻ അത് സീരിയസ് ആയി എടുക്കണം,
കളിക്കണ്ട, ഞങ്ങൾ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കായിരുന്നു എന്ന് പറയുന്നു. നീ പോ എന്ന് പറഞ്ഞ് അവനോട് പോകാൻ പറയുന്നു. ഡേയ്, എന്താടി അവനെ പോയി പ്രപ്പോസ് ചെയ്യുന്നത്? അവനക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. സയാറക്ക് സങ്കടമായി. ദെൻ അതിനുശേഷം ഹീറോയിൻക്ക് കോൾ ചെയ്യുന്നു. എന്താ നീ ഇപ്പോഴും പാർട്ടിക്ക് വരാത്തത് എന്ന് പറഞ്ഞു. ഓ വരാണ് എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഷൗവി കയറി വരുന്നു. അപ്പം ഇവൾ അയ്യോ എന്തിനാ കാര്യമില്ലാതെ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വരണ്ടേ, നിന്റെ ബിസിനസ് ഇത്രയ്ക്ക് ഡള്ളായി പോകുമ്പോൾ അത് കണ്ട് രസിക്കാൻ, അതിനാണ് ഞാൻ വന്നത്. വേവേ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറ, ഞാൻ തീർച്ചയായും നിന്നെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. നിന്റെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ബട്ട് ആ സമയത്ത് ഹീറോയിൻ അവളുടെ ഫോൺ ആ ഷോപ്പിൽ വെച്ച് മറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ സെലിബ്രേഷൻ നടക്കാൻ പോവാണേ. ഹീറോയും ജിഹാനും ഒരുമിച്ചാണ് പാട്ട് പാടുന്നത്. സോ അതിന് റെഡി ആവുമ്പോൾ എങ്ങനെയൊക്കെ ഹീറോയിൻ അവിടേക്ക് വരുന്നു. ദെൻ ഇവർ രണ്ടുപേരും ഒന്നായി നല്ലൊരു അടിപൊളി പാട്ട് പാടുന്നു. ഹീറോയിൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അവിടെ ഉള്ള എല്ലാവരും അത് നോക്കിയേ, അവർ രണ്ടുപേരും നല്ല കപ്പിൾസ് ആണല്ലേ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഉടനെ അവർ കപ്പിൾസ് ഒന്നും അല്ല. അതാ നിനക്ക് എന്തറിയാം, അവർ രണ്ടുപേരും ലവ് ചെയ്യുന്നുണ്ട്, എന്നാൽ ആ കാര്യം അവർ പുറത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കറിയാം അവർ രണ്ടുപേരും സീക്രട്ടായി ലവ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നോക്കിയേ അവരുടെ പൊരുത്തൊന്ന് നോക്കിയേ, അവരുടെ ജോഡിയും സൂപ്പറാണ്. അത് കേട്ടപ്പോൾ ഹീറോയിൻക്ക് ദേഷ്യം വരുന്നു. ഈ സമയത്ത് ഹീറോയും ജിഹാനും പാട്ട് പാടിക്കഴിഞ്ഞ് നന്ദി പറയാൻ കുനിഞ്ഞപ്പോൾ ജിഹാൻ്റെ ഡ്രസ്സൊന്ന് കീറുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ജിഹാൻ അറിയുന്നില്ല. അതെങ്ങനെയെങ്കിലും കവർ ചെയ്യണമെന്ന് വിചാരിച്ച് ഹീറോ അവളെയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അങ്ങോട്ട് നോക്കി റൊമാൻസ് എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നു. ഹീറോയിൻക്ക് വിഷമമായി. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്ന ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ പുറത്ത് നിന്ന് ആരോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ അടുത്തുള്ള കടക്കാരോട് ആരാ ഇത് ലോക്ക് ചെയ്തേ എന്ന് ചോദിക്കുന്നു. അത് നിങ്ങളുടെ കടയിലേക്ക് വന്ന ഒരാൾ മിസ്സിംഗ് ആണ്. സോ പോലീസ് വന്ന് ഇപ്പം നിങ്ങളുടെ കടയും ലോക്ക് ചെയ്തിട്ട് പോയി, പോലീസിനോട് സംസാരിച്ചോളൂ എന്ന് പറയുന്നു. ഹീറോയിൻക്ക് ആകെ സങ്കടമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഹീറോയിൻക്ക് മെസ്സേജും കോളും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോയിൻ ഒന്നിനും റെസ്പോൺസ് ചെയ്യുന്നില്ല. ഉടനെ ജിയാൻ എന്താ അവൾ റെസ്പോൺസ് ചെയ്യാത്തെ? ഒരു പക്ഷേ നീ എന്നെ എടുത്തിട്ട് വന്ന് കണ്ട് അവൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തോ? അതൊന്നുമല്ല, അതിനൊന്നും ചാൻസേ ഇല്ലടാ. നിനക്കറിയില്ലടാ, അവൾക്ക് എന്തോ സങ്കടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതാണ്. ആദ്യം പോയി കടയുടെ CCTV ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ അതിൽ ആ ഷൗവിയാണ് വന്നു പോയത്. ഒരു പക്ഷേ ആ കസ്റ്റമറെ ഈ ഷൗവി തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് പോലീസ് ചോദിക്കുന്നു. എന്നാൽ ഹീറോയിൻക്ക് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഈ സമയത്ത് ഹീറോ മെസ്സേജ് അയക്കുന്നു. എന്താടാ നീ ദേഷ്യത്തിലാണോ? ഞാൻ ജിഹാനെ എടുത്തിട്ട് വന്നത് കണ്ട് നിനക്ക് സങ്കടമായോ? നീ സങ്കടപ്പെടണ്ട, അവളുടെ ഡ്രസ്സ് ഒന്ന് കീറി, അത് കവർ ചെയ്യാനാണ് ഞാൻ അവളെ എടുത്തിട്ട് വന്നത്. ഓക്കെ ആണോ നീയെ? എന്നെ സമാധാനപ്പെടുത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു ചോക്ലേറ്റ് വാങ്ങി വരട്ടെ? അതല്ല, ഒരു റിങ് വാങ്ങി വന്ന് ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ബട്ട് ഹീറോയിൻക്ക് ദേഷ്യമുള്ളത് കൊണ്ട് അതിനൊന്നും റിപ്ലൈ കൊടുത്തില്ല. പോലീസ് എന്താ പറഞ്ഞെന്നാ ഈ കേസ് കഴിയുന്നവരെ നിങ്ങളുടെ കട ഓപ്പൺ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയും അയ്യോ എന്ന് പറഞ്ഞു സങ്കടപ്പെടുന്നു. അവൾ ആ കടയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഷൗവി ഓടി വന്ന് വേവേ ഇതെല്ലാം നീയാണല്ലേ ചെയ്തത്, പോലീസിനോട് എന്നെ എന്തിനാ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചു. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് മെൻ്റൽ ഹോസ്പിറ്റലാണെന്നോ? നിൻ്റെ വിചാരം നീ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങോട്ടേക്ക് വരുന്നത്? നിന്നെ പോലെയുള്ള മെൻ്റൽസിലൊന്നും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്തിനാ കാര്യമില്ലാതെ പോലീസിൻ്റെ അടുത്ത് എന്നെ കംപ്ലൈൻറ്റ് ചെയ്തത്? ഞാൻ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. നീയല്ലേ ഇവിടെ വന്ന് പോയത്, അതുകൊണ്ട് അവർക്ക് നിന്നൊരു സംശയം വന്നു. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് കട ക്ലോസ് ചെയ്ത് അവൾ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഈ ഷൗവിയും അവൻ്റെ അമ്മയെയും കൂട്ടി വന്നിരിക്കുന്നു. അവൻ്റെ അമ്മ ഹീറോയിനോട് വേവേ എൻ്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, അവനൊരു പാവാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് പോലീസിനോട് വന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞു. ഇല്ല ആൻറ്റി, ഞാൻ എങ്ങനെ വന്ന് സംസാരിക്കും? ഇവനാണ് കടയിൽ വന്ന് പോയതെന്ന് CCTVയിലുണ്ട് എന്ന് പറഞ്ഞു. നിൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു അവളുടെ അടുത്ത് എന്തോ ഒരു റെക്കോർഡർ ഉണ്ടെന്ന്. അതിൽ ഞാൻ ആ കടയിൽ വന്ന കസ്റ്റമറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള എവിഡൻസും ഉണ്ട്. എന്നാൽ അതെനിക്ക് തരണമെങ്കിൽ 50,000 രൂപ ചോദിച്ചു. എൻ്റെ അടുത്ത് അത്രയൊന്നും പണമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഹീറോയിൻ എന്ത്? ഓക്കെ, കടയിലുള്ള ക്യാമറ ഞാൻ ചെക്ക് ചെയ്യാം, നാളെ നീ കടയിലേക്ക് വാ എന്ന് പറയുന്നു. ഹീറോയിൻക്ക് അന്ന് രാത്രി ഉറക്കം വന്നതേ ഇല്ല. നെക്സ്റ്റ് ഡേ അവൾ ഷൗവിയെയും കൂട്ടിപ്പോയി കടയിലെ ക്യാമറ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഷൗവി അവിടെ വന്ന കസ്റ്റമറെ ഒന്നും ചെയ്തിട്ടില്ല എന്നത്. ശരി, ഞാൻ ഈ വീഡിയോ നിനക്ക് തരാം, ഉടനെ നീ പോലീസിൻ്റെ അടുത്ത് പോയി നിന്റെ മേലെ ഒരു തെറ്റും ഇല്ല എന്ന് പറ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ കടയിൽ ആ ഒരു പെണ്ണ് ജോലി ചെയ്യുന്നുണ്ട്. അവളോട് സംസാരിക്കാൻ വീഡിയോ റെക്കോർഡ് ഓൺ ചെയ്ത് പോകുന്നു. അപ്പോൾ ആ പെണ്ണ് അടുത്ത് വന്നിട്ട് മാഡം ഞാൻ റിസൈൻ ചെയ്യാണ് എന്ന് പറഞ്ഞു.
എന്താ എന്തിനാ ഇപ്പോൾ റിസൈൻ ചെയ്യുന്നേ എന്ന് ചോദിച്ചു. വേറെ എന്താ മേഡം ഞാൻ ചെയ്യണ്ടേ? ഈ കട തുടങ്ങിയത് മുതൽ ഒന്നും വിറ്റിട്ടില്ല. ഇപ്പോൾ പോലീസ് കേസ് വരെ ആയി. ഇനി ഈ കടയിൽ നിന്നാ എനിക്ക് കഷ്ടമാണ്. ഓ ഓക്കെ, എന്നാൽ പോകുമ്പോൾ വെറും കൈയോടെ പോവേണ്ടെന്ന് കരുതിയിട്ടാണോ ഷോയുടെ അടുത്തുനിന്ന് 50,000 രൂപ ചോദിച്ചത് എന്ന് ഹീറോയിൻ ചോദിച്ചു. അതെ, അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ഈ കടയ്ക്ക് തീരെ ലക്കില്ല, അതുകൊണ്ടാണ് ഒരു കസ്റ്റമർ പോലും ഇങ്ങോട്ടേക്ക് വരാത്തത്. ഞാനാണെങ്കിൽ ഈ കാര്യമൊന്നും അറിയാതെ ഇവിടെ പണിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ പണം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അതാ ആ ഷോയുടെ അടുത്തുനിന്ന് ഞാൻ പണം ചോദിച്ചത് എന്ന് പറഞ്ഞു. ഓഹോ, ഇത് പോലീസിന് കാണിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നന്നാവും എന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്തത് കാണിച്ചു കൊടുക്കുന്നു. ആ പെണ്ണ് അത് കണ്ട് അവിടെ നിന്ന് ഓടുന്നു. ബട്ട് ഹീറോയിൻ എന്താടാ പോകെ പോകെ തെറ്റായി മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഫീലാവുന്നു. എന്നാൽ ഹീറോ എന്താ ചെയ്യുന്നതെന്നാ ഹീറോയിൻ കൊടുക്കാൻ ഒരു റിങ് വാങ്ങാൻ വന്നതാണ്. കൂടെ ചാൾസും ഉണ്ട്. അവിടെ ഉള്ളവർ ആദ്യം ബോയ്സിന്റെ മോതിരം കാണിച്ചു കൊടുക്കുന്നു. ഉടനെ ഹീറോ ഇതല്ല ഗേൾസിന്റെ മോതിരമാണ് വേണ്ടത്, അത് കാണിക്കേ എന്ന് പറഞ്ഞു. എന്ത് ഗേൾസിന്റെ റിങ്ങോ? അപ്പൊ കൂടെ വന്ന ചെക്കൻ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് ചോദിച്ചു. എന്ത് ഇവൻ എൻ്റെ ബോയ് ഫ്രണ്ടോ? അയ്യോ, എനിക്ക് ഇതുപോലത്തെ വൃത്തിക്കിട്ട് ടേസ്റ്റ് ഒന്നുമില്ല എന്ന് ചാൾസ് പറഞ്ഞു. ഡേ വാ പൂട്ടടാ എന്ന് പറഞ്ഞ് അവൻ പോയി റിങ് നോക്കുന്നു. ആ നേരത്തെ ചാൾസ് ഒരു കോസ്റ്റ്ലി ആയ റിങ് എടുത്ത് വിരലിടുന്നു. ഇട്ടതേ ഓർമ്മയുള്ളൂ, അത് വിരലിൽ കുടുങ്ങിപ്പോയി. ഉടനെ ഹീറോ ഡേ അതൊന്നും എടുക്കാതെടാ, എൻ്റെ കയ്യിൽ അതൊന്നും എടുക്കാനുള്ള ക്യാഷ് ഇല്ല, അത് കൊടുക്ക് എന്ന് പറയുന്നു. എന്നാൽ അത് എടുക്കാൻ അവർ ഒരുപാട് ട്രൈ ചെയ്തു, എന്നാൽ അത് വരുന്നേ ഇല്ല. എന്തൊക്കെയോ ചെയ്തു നോക്കുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ജിഹാൻ വരുന്നു. ഉടനെ ഹീറോ എന്താ ചെയ്യാ, ഇനി ഒരു വഴിയും ഇല്ല, കൈ വെട്ടാം എന്ന് പറഞ്ഞു. ജിഹാൻ ഉടനെ അതൊന്നും വേണ്ട, ആ റിങ് ഞാൻ നിനക്ക് മേടിച്ചു തരാം എന്ന് പറഞ്ഞ് അവൾ ആ റിങ് വാങ്ങുന്നു. ദെൻ അവിടെ നിന്നും വരുമ്പോൾ ഹീറോ ജിഹാനോട് താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അയ്യോ എൻ്റെ അനിയത്തിനെ കാണാനില്ല, ഇപ്പോഴാണ് എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞത് എന്ന് അവൾ പറഞ്ഞു. ഓ ഓക്കെ, നമുക്കും പോയി നോക്കാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഹീറോ ബൈക്കിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു. ഈ നേരത്തെ ഹീറോയിൻ ഭയങ്കര ഡിപ്രഷനായി നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ബസ്സിൽ വരുമ്പോൾ ഒരു ആംബുലൻസിൽ ഹീറോയും ജിഹാനും കയറുന്നത് കാണുന്നു. ഉടനെ അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ജിഹാൻ ഹീറോയുടെ കൈ പിടിച്ച് വണ്ടിയിലേക്ക് കയറുന്നതാണ് അവൾ കണ്ടത്. ഹീറോയിൻ വീണ്ടും അപ്സെറ്റ് ആവുന്നു. സോ അവൾ അവിടെ നിന്നും പോകുന്നു. ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഹീറോയിൻക്ക് കോൾ ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. ഒന്നിനും ഹീറോയിൻ റിപ്ലൈ കൊടുക്കുന്നേ ഇല്ല. ഇവൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കോൾ എടുക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇപ്പോഴെങ്കിലും കോൾ എടുത്തല്ലോ, ഞാൻ എത്ര നേരമായി നിനക്ക് വിളിക്കുന്നു, നിനക്ക് ഒരു കാര്യം അറിയോ, ഞാൻ ബെഡിൽ നിന്നും താഴെ വീണു, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വരികയാണ് എന്ന് കളവ് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഹീറോയിൻ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറയുന്നു. ഇവനുടനെ എന്ത് ബ്രേക്കപ്പോ എന്ന് പറഞ്ഞ് ഹീറോയിനെ കാണാൻ ഓടി വരുന്നു. എന്താ എന്താ പറ്റിയേ, ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നേ, നമ്മൾ രണ്ടുപേരും ഇത്ര ദിവസം നല്ല രീതിയിലല്ലേ പോയിരുന്നത്, എന്താ പറ്റി എന്ന് ചോദിച്ചു. നമുക്ക് രണ്ടുപേർക്കും സ്യൂട്ട് ആവില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പറ, ഞാൻ അതിന് ക്ഷമ ചോദിക്കാം. എന്തെങ്കിലും മാറ്റണമെങ്കിൽ പറ, ഞാൻ എൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റാം. അതൊന്നും ശരിയാവില്ല, നിനക്കും എനിക്കും ഇടയിൽ 6 വയസ്സ് വ്യത്യാസമുണ്ട്. ഇത് ഞാൻ മറക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. ഒരേ വയസ്സുള്ളവരെ പോലെ നിന്നോട് കൂടെ നടക്കണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും, എന്നാൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അന്ന് കോളേജിൽ എല്ലാവരും നീയും ജിഹാനും നല്ല ജോഡിയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാനും നിൻ്റെ അടുത്ത് വന്നിരുന്ന ആരും അത് പറയില്ല. ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ടയേർഡാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഹീറോ അവിടെ നിന്ന് കരയാണ്. ഹീറോയിനും വീട്ടിലേക്ക് പോയി കരഞ്ഞ് കരഞ്ഞ് തളർന്നു ഉറങ്ങുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി. രാവിലെ ഹീറോയിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നു. അപ്പോൾ ഹീറോയിൻ ഹലോ എന്ന് പോലും പറയാതെ മിണ്ടാതിരിക്കുകയാണ്. എന്താടി കോൾ അറ്റൻഡ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ശരി, എനിക്ക് ക്രോക്കോഡിൽ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. അതെന്ത് റൂളാടി? അതെന്താ, നിന്റെ കാലൊരു മുതല കടിച്ചു എന്ന് കരുതിക്കോ, നീ എന്താ ചെയ്യുക, മുതലയുടെ വായിൽ നിന്ന് കാലെടുക്കാൻ നീ കൈ യൂസ് ചെയ്യും. അപ്പോൾ ആ മുതല എന്താ ചെയ്യാന്നറിയോ, നിന്റെ കൈയും ചേർത്ത് കടിക്കും. നീ എത്ര ട്രൈ ചെയ്താലും ആ മുതല നിന്നെ വീഴും. എൻ്റെ ഐസ്ക്രീം ഷോപ്പിൻ്റെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താടി രാവിലെ തന്നെ ഒരുമാതിരി മൂഡിലാണല്ലോ, ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഒന്ന് പറയാം. നീ സൈക്കോളജി അല്ലേ പഠിച്ചേ, നീ പറയുന്ന പോലെ ക്രൊക്കോഡൈലിലൂടെ ഉണ്ടാവാം. എന്നാൽ ലവ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു ഒന്നുണ്ട്, അതെന്താണെന്നറിയോ, നീ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും നീ അത് ഡീപ്പായി ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാൽ അത് താനേ നടക്കും. ദയവായി നീ നിന്നെ വിശ്വസിക്കുക, നീ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ ഇല്ലടി, അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇന്ന് ജിന്നും വന്ന് എൻ്റെ കട നഷ്ടത്തിലാവുമെന്ന് പറഞ്ഞിരുന്നു, എനിക്ക് വയ്യടി എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാങ്ക് ഓഹോ, അപ്പോൾ ഇതെല്ലാം ജിന്നിൻ്റെ പണിയായിരുന്നു എന്ന് പറഞ്ഞ് ഉടനെ ജിന്നിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു. ജിന്നും മെസ്സേജ് അയച്ചു നോക്കുന്നു, കോൾ ചെയ്ത് നോക്കുന്നു, എന്നാൽ ഒന്നും റിസീവ് ആവുന്നില്ല.
സോ ഇവനക്ക് സംഭവം മനസ്സിലായി. ജിൻ അന്ന് ഈവനിങ് ഹീറോയിനെ കാണാൻ പോകുന്നു. അപ്പോൾ ഹീറോയിൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. അത് ഷിലിയാങ്ക് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. എന്താ അവളെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നേ? ഇല്ല, അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ എന്തെങ്കിലും തിരക്കുണ്ടായോ? എന്താ പ്രശ്നം എന്ന് അറിയില്ല, അവൾ എന്നെ ബ്ലോക്ക് ചെയ്തു, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്ത്, ഞാനെന്താ ചെയ്യുക? അപ്പോൾ ജിന്നു പറഞ്ഞു, നോക്ക് എനിക്ക് ഷിലിയാങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ്. ബട്ട് വേറൊരു സ്ഥലത്ത് ഹീറോ ഫീലായി കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാതെ ഹീറോയിൻ്റെ റൂമിലേക്ക് വന്ന് അവളുടെ അടുത്ത് പോയി കിസ് ചെയ്യാൻ നിൽക്കുന്നു. ഹീറോയിൻ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് തള്ളുന്നു. അപ്പോൾ അവൻ, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ബ്രേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞതല്ലേ, നീ ഇപ്പോൾ പോ എന്ന് പറഞ്ഞു. ഇല്ല പറ്റില്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്താണെങ്കിലും പറ, ഞാൻ മാറ്റാം പ്ലീസ് എന്ന് പറഞ്ഞു. പറ്റില്ല, പോ എന്ന് പറഞ്ഞു. എന്താ വേവേ നിനക്ക് പറ്റിയത്? ഞാൻ 1000 തെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ നീ ക്ഷമിച്ചു, എന്നാൽ ഇത് മാത്രം എന്താ ക്ഷമിക്കാത്തത് എന്ന് പറഞ്ഞ് കരയാണ്. അവൻ ഛർദ്ദിക്കാനും തുടങ്ങുന്നു. ഉടനെ അവൾ എന്തോ ഒരു സിറപ്പ് കൊടുക്കുന്നു. ഇത് കുടിച്ചോ, ഇത് കുടിച്ചാൽ ഛർദ്ദിൽ നിൽക്കും. അത് കുടിച്ച ഉടനെ അവൾക്ക് തൊണ്ടയെല്ലാം വേദനിച്ച് ബോധം പോകുന്നു. അവൾക്ക് എന്താ പറ്റിയതെന്ന് അറിയുന്നില്ല. ഇനി ആ സിറപ്പ് കുടിച്ചിട്ട് എന്താ അലർജി ആയോ എന്ന് പറഞ്ഞ് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ സിറപ്പിൽ ഷുഗർ ആഡ് ആയിട്ടുണ്ട്, അവൻക്ക് അത് കുടിച്ച് അലർജി ആയിട്ടുണ്ട്. ഡോക്ടർ കുറേ നേരം വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അവനൊന്ന് കുറച്ചെങ്കിലും ശരിയായത്. സോ ഡോക്ടർ ഹീറോയിനോട് പറഞ്ഞു, ഇപ്പോൾ ഓക്കെ ആണ്, എന്നാലും 2-3 ദിവസം മയക്കത്തിൽ തന്നെ ആയിരിക്കും, നന്നായി നോക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഹീറോയിൻക്ക് സങ്കടമാകുന്നു. ഇവൻക്ക് ഇങ്ങനെ അവൻ ഞാനാണല്ലോ കാരണം എന്ന് പറഞ്ഞ് എപ്പോഴും ഹീറോയുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഇവൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ട് ഹീറോയിൻ്റെ അച്ഛൻ പറയാണ്, ഞാൻ ലിൻഡ്രാൻ്റെ അച്ഛനോടും അമ്മയും കോൾ ചെയ്ത് കാര്യം പറഞ്ഞു. അവരുടനെ ഇവൻക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാത്തിനും ഇപ്പോൾ ഷുഗർ ഉണ്ടല്ലോ, എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക, അറിയാതെ എങ്ങനെയെങ്കിലും മധുരം ഉള്ളിൽ ചെന്നാൽ ഇതുപോലെ അലർജി ആവില്ലേ. സോ അവർ ഇവനെ അബ്രോഡിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കും അതാണ് ശരിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്ത്, അവൻ അബ്രോഡിലേക്ക് പോവാണെന്നോ? അതെ, അതാണ് അവനക്ക് നല്ലത് എന്ന് അച്ഛൻ പറഞ്ഞു. ശരി അച്ഛാ, എന്നാൽ പൊയ്ക്കോട്ടെ എന്ന് ഹീറോയും പറഞ്ഞു. എന്നാൽ ഹീറോയെ പറഞ്ഞയക്കാൻ അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ദെൻ അവൾ ഷോപ്പിലേക്ക് പോയി ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. എന്നാൽ അവളെ കൊണ്ട് കഴിയുന്നില്ല, എല്ലാം താഴെയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഷിലിയാങ്ക അടുത്തേക്ക് വന്നിട്ട്, വീട്ടേടി എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചു. ഇല്ലടി, എനിക്കും 20 വയസ്സായിരുന്നെങ്കിൽ ഞാനും അവനും ഒന്നായേനെ, അപ്പോൾ എല്ലാവരും ഇവർ രണ്ടുപേരും നല്ല മാച്ചാവും എന്ന് പറഞ്ഞേനെ. ഇപ്പോൾ എനിക്ക് 28 വയസ്സാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം എല്ലാം എന്ന് പറഞ്ഞ് കരയുന്നു. ഷിലി അവളെ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഹീറോയിൻക്ക് ഒരു കോള് വരുന്നു. ഹീറോ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞ് വേഗം അവൾ ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഹീറോയുടെ അടുത്ത് ജിഹാനുണ്ട്. അവൻ്റെ കൈയും കാലുമൊക്കെ തുടച്ചു കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ ഉടനെ ഹീറോയിൻക്ക് സങ്കടമായി പുറത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഷിലി, എന്താടി ഇവിടെ ഇരിക്കുന്നത്, വാ ഉള്ളിൽ പോയി കാണാം എന്ന് പറയുന്നു. വേണ്ടടി വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം, അതാ എനിക്കും അവനക്കും നല്ലത് എന്ന് പറഞ്ഞു. എന്തിനാടി ഇങ്ങനെ സംസാരിക്കുന്നത്? വേണ്ടടി, അവൻ ഹോസ്പിറ്റലിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന് കാരണം ഞാനാണ്, ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നതാണ് നല്ലതെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജിഹാൻ വന്ന്, വെവേ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഉടനെ ഷിലി അവളെ അടിക്കാൻ പോകുമ്പോൾ വെവെ തടുക്കുന്നു. ഇല്ല ജിഹാൻ, ഞാൻ നോക്കിക്കോളാം, നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവൾ ഹീറോയെ കാണാൻ പോകുന്നു. അപ്പോൾ ഹീറോ ഉറക്കത്തിലാണ്. കുറച്ച് കഴിഞ്ഞ് എണീക്കുന്നു. എണീറ്റ ഉടനെ, വെവേ നീ വന്നോ, നീ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു, നിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നിന്നെ അബ്രോഡിലേക്ക് കൊണ്ടുപോവാണ്. ഓ, നീ വരുന്നില്ലേ, അത് നിനക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നിൻ്റെ ശരീരത്തിന് നല്ലത് എന്ന് ഹീറോയിൻ പറഞ്ഞു. ഞാൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചല്ല ചോദിച്ചത്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ നിൻ്റെ കൂടെ വരില്ല. എന്താ വരില്ല എന്ന് പറയുന്നത്? വേവേ നീ എന്നെ വിടാൻ പോവാണോ എന്ന് ചോദിച്ചു. ഇല്ല, നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. നോക്ക്, എന്നെ കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നത്, അതുകൊണ്ട് നീ അബ്രോഡിലേക്ക് പോ, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഇല്ല വേവേ, ഞാൻ നിന്നെ വിട്ടു പോവില്ല, അത് ഒരിക്കലും നല്ലതല്ല, ഞാൻ പോവില്ല എന്ന് ഉറക്കെ പറയുന്നു. അപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. ശരി, നീ പറ, ഞാനിപ്പോൾ അബ്രോഡിലേക്ക് പോവാം, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യുക?
നീ തിരിച്ചു വന്നില്ലെങ്കിൽ അത് നമുക്ക് രണ്ടാക്കും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഹീറോ കരയാൻ തുടങ്ങി. പാവം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. 4-5 ദിവസത്തിന് ശേഷം ഹീറോയെ ഡിസ്ചാർജ് ചെയ്യുന്നു. അവൻ അബ്രോഡിലേക്ക് പോകാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഹീറോയിനെ കാണാൻ അവളുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഹീറോയിൻ അത് കാണുന്നു. എന്നാൽ അവൾ ഇറങ്ങി വരുന്ന സംസാരിക്കുന്നോ കാണുന്നോ ഒന്നുമില്ല. ഇവൻ കരഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഹീറോയിനും ഉള്ളിൽ പോയി നോക്കിയപ്പോൾ അവളും കരയാണ്. ദെൻ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഹീറോയിൻ കടയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ചെക്കൻ ഐസ്ക്രീം വാങ്ങാൻ വരുന്നു. അവനെ കാണാൻ ഹീറോയെ പോലെ തന്നെ ഉണ്ടെന്ന് ഹീറോയിൻക്ക് തോന്നുന്നു. എന്നാൽ അത് ഹീറോ അല്ല. അതേപോലെ ഹീറോയിൻ എവിടെ നോക്കിയാലും അവിടെ ഹീറോ ഉള്ളതുപോലെ തോന്നും. എപ്പോഴും ഹീറോയുടെ പ്രസൻസ് അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഹീറോയിൻ സ്വപ്നം കാണുന്നു. ഇത് കണ്ട ഉടനെ ഇവൾ വേഗം ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നു. എന്നാൽ അവൻ ഫോൺ എടുത്തില്ല. ഹീറോയിൻ ആകെ പതറി വേഗം അബ്രോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് വരുമ്പോൾ കറക്റ്റായി ഒരു മെസ്സേജ് അയക്കുന്നു. എനിക്ക് ഒന്നുമില്ല, എനിക്ക് സുഖമാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഹീറോയിൻ നിനക്ക് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവളൊരു കേക്ക് ഉണ്ടാക്കുന്നു. അവിടെ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു പെണ്ണുണ്ട്. അവൾ ഈ കേക്ക് കണ്ടിട്ട് ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ കേക്കാണോ എന്ന് ചോദിച്ചു. പുതിയതൊന്നല്ല, ഞാൻ വേറെ കേക്ക് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, എന്നാൽ അത് നടന്നില്ല, ടേസ്റ്റും മാറിപ്പോയി. അവൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് നല്ല രസമുണ്ടല്ലോ, ഡിസൈനും സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞു. എന്ത്, ഈ ഡിസൈന് സൂപ്പറാണെന്നോ? ഞാൻ ഭയങ്കര സാഡായി വരച്ചതാണ്, ഇത് കാണുമ്പോൾ തന്നെ ഞാൻ വീണ്ടും സാഡാവുന്നു എന്ന് പറഞ്ഞു. ഇതിന് ഒരു പേര് വെച്ച് നമുക്ക് പുതിയൊരു കേക്കാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ എന്ന് അവൾ ചോദിച്ചു. ഓ ഓക്കെ, എന്നാൽ ഇതിന് ഡോൾ കൗഡ് എന്ന് പേര് വെച്ചാലോ എന്ന് പറഞ്ഞു. കേക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഒരുപാട് പേര് വന്ന് അത് വാങ്ങുന്നു. ഹീറോയിൻ്റെ കടയും ഡെവലപ്പ് ആവുന്നു. സോ ഹീറോയിൻ കടയിൽ ഫോക്കസായി നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നു. അപ്പോൾ ഷിലിയാങ്ക് വന്ന് മാഡം നീ സൂപ്പറാണല്ലോ എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ജിൻ അവിടെ ഉണ്ട്. അപ്പോൾ അവൾ കാറിൽ കയറിയിട്ട് ഹായ് ജിൻ, സുഖമാണോ, നിങ്ങളുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നു. ബിസിനസ്സൊക്കെ നന്നായി പോകുന്നു എന്ന് പറഞ്ഞു. ബൈ ദ ബൈ നിങ്ങളുടെ നമ്പർ തരുമോ എന്ന് ചോദിച്ചു. നിങ്ങളല്ലേ നമ്പർ ഡിലീറ്റ് ആക്കിയത്? ഞാൻ എന്തിനാ വീണ്ടും ചോദിക്കുന്നത്? കുറച്ച് ഓവറല്ലേ? നീ എന്തിനാ എൻ്റെ നമ്പർ ഡിലീറ്റ് ആക്കിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അന്ന് നിൻ്റെ ഫ്രണ്ടിനോട് പോയി ബിസിനസ് നന്നായി പോവില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ നീ എൻ്റെ നമ്പർ ഡിലീറ്റ് ആക്കിയത്? അവളുടെ ബിസിനസ് മോശമായതിന് ഞാൻ എന്താ ചെയ്തേ എന്ന് ചോദിച്ചു. അതൊക്കെ അങ്ങനെ തന്നെയാണ്, ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട എന്ന് ഷിലി പറഞ്ഞു. ഓക്കെ, ഇന്ന് ഡിന്നറിന് പോയാലോ എന്ന് ജിന്നു ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഡിന്നറിന് പോകുന്നു. ഇപ്പോൾ ഹീറോയിൻ കോളേജിലേക്ക് വരുന്നു. എന്താ ഗ്രാജുവേഷൻ ഡേറ്റ് ആയി. അപ്പോൾ അവളുടെ ഐസ്ക്രീം ഇവിടെ സെർവ് ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ നീ ചെയ്തോ എന്ന് പ്രൊഫസർ പറഞ്ഞു. ബട്ട് ആ സമയത്ത് ഹീറോയിൻ ജിഹാനെ മീറ്റ് ചെയ്യുന്നു. ആദ്യം ഹീറോയിൻ കാണാത്ത പോലെ പോകുന്നു. ചേച്ചി, നിങ്ങളിപ്പോൾ ലിൻട്രാനോട് സംസാരിക്കാറില്ലേ എന്ന് അവൾ ചോദിച്ചു. ഞങ്ങൾ സംസാരിക്കാറില്ല, ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറഞ്ഞു. ചേച്ചി, ലിൻട്രാൻ പാവാണ്. അവൻ സ്വീറ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു, എന്നാൽ അവനക്കൊന്നും ശരിയാവുന്നില്ല, അലർജി കൂടുകയാണ്. ഞാനും പറഞ്ഞു ചേച്ചി സ്വീറ്റ് കഴിക്കേണ്ട, ട്രീറ്റ്മെൻറ്റ് നിർത്ത് എന്നൊക്കെ പറഞ്ഞു. അവൻ കേൾക്കുന്നില്ല. എന്നാൽ ഹീറോയിൻ ഒന്നും മിണ്ടിയില്ല. ചേച്ചി, അവൻ നല്ലവനാണ്, നിങ്ങൾക്കറിയോ, അവൻ ആരോടും ക്ലോസ് ആവാറില്ല, എന്നാൽ എന്നോട് ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ട്. അവനെ വിശ്വസിക്കുക. നിങ്ങളോട് ഒരു സത്യം പറയാനുണ്ട്. എൻ്റെ അനിയത്തിയെ പെട്ടെന്നൊരു ദിവസം കാണാതായി. അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ലിൻട്രാൻ എൻ്റെ കൂടെ വന്നത്. അപ്പോഴാണ് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായത്. നിങ്ങളുടെ അടുത്ത് അവൻ കളവ് പറഞ്ഞ് തെറ്റാണ്. എന്താ അതിന് നിങ്ങൾക്ക് അവനോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് ഇവൾ പറഞ്ഞു. ബട്ട് ഹീറോയിൻ മെയിൻറ്റ് ചെയ്തതേ ഇല്ല. നെക്സ്റ്റ് ഡേ ഹീറോയിൻ കടയിലേക്ക് പോകുന്നു. അവിടേക്ക് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നു. ഷിലിയാങ്ക് ജിന്നിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ ഹീറോയെ ഓർമ്മ വരുന്നു. ഇത് ജിഹാൻ കണ്ടിട്ട് എന്താ ചേച്ചി അവനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇവൾ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഡ്വൈസ് തരാനൊന്നല്ല ഞാൻ വന്നത്. ബട്ട് ലിൻട്രാനും നിങ്ങളും ഭയങ്കര പൊരുത്താണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ബ്രേക്കപ്പ് ചെയ്യരുത് ചേച്ചി, പ്ലീസ് ചേച്ചി, അവനക്കൊരു ചാൻസ് കൊടുക്ക് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ഹീറോയിനും കൺഫ്യൂഷനായി പുറത്തേക്ക് വരുന്നു. പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോ നിൽക്കുന്നു. അവരെ കണ്ടിട്ട് ഉടനെ അവൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു. അതിനുശേഷം രണ്ടുപേരും സംസാരിക്കുന്നു. ഹീറോയിൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് ചൈനയിൽ നിന്ന് വന്നത്? ഇപ്പോൾ 15 മിനിറ്റ് മുന്നേ വന്നത്. ഉടനെ നിന്നെ കാണണമെന്ന് തോന്നി, അതാ വന്നത്. ഓക്കെ, നിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ല രീതിയിലൊന്നും നടന്നിട്ടില്ല. ഇനിയും സ്വീറ്റ് കഴിച്ചാൽ അലർജി വരും. ഇനി എന്നെക്കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. അതാ നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വന്നത്. പിന്നെ അന്ന് നടന്നതിന് സോറി. ആക്സിഡൻ്റായ കാര്യം ഞാൻ നിന്നോട് പറയണമായിരുന്നു. കളവ് പറഞ്ഞത് എൻ്റെ തെറ്റാണ് എന്ന് പറയുന്നു. സാരമില്ല, വിട്.
നമ്മുടെ ഇടയിൽ നടന്നതെല്ലാം വിധിയാണ്. സോ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ഇനി നമ്മൾ ഒന്നായ അത് കറക്റ്റ് ആവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്ക്, നമ്മൾ രണ്ടുപേരും ലവ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? നിന്നേക്കാളും 6 വയസ്സ് കുറവാണ് എനിക്ക്, സമ്മതിക്കുന്നു. എന്നാൽ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഒരു ബോയ് ഫ്രണ്ട് എങ്ങനെ ആവണം അതുപോലെ ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടില്ലേ? അതുകൊണ്ട് പ്ലീസ് എന്നോട് പോന്ന് മാത്രം പറയരുത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കിസ് ചെയ്യാൻ വരുന്നു. ഹീറോയിനും തട്ടി മാറ്റിയില്ല. സോ അവൻ പോയി കിസ് ചെയ്യുന്നു. അപ്പോൾ ഹീറോയിനും കരഞ്ഞ് ഹഗ് ചെയ്യുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും ഒന്നാവുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി ഹീറോ ജിഹാനെ പോയി മീറ്റ് ചെയ്യാൻ പോവാണ്. താങ്ക്സ്, എനിക്ക്